മനുഷ്യവംശത്തിന്റെ വിജയങ്ങളുടെയും വിനാശങ്ങളുടെയും യുദ്ധോത്സുകമായ ആത്മകഥയിൽ വലിയ വഴിത്തിരിവാണ് ഭാഷാക്രമങ്ങളുടെ കണ്ടുപിടുത്തം. അതിൽ തന്നെ ആണധികാരത്തിന്റെ രൂപപ്പെടലിന് ഏറ്റവും വിദഗ്ധമായി പ്രവർത്തിച്ച ഒന്നാണ് ഭാഷ എന്ന യുദ്ധതന്ത്രം. എന്നാൽ ഭാഷയുടെ ക്രമാതീത സ്വഭാവങ്ങളിലാണ് നമുക്ക് കലാകാരിയെ കണ്ടെത്താനാവുക. അത്തരം ചില സന്ദർഭങ്ങളിലൂടെയാണ് ഇത്തവണ കടന്നുപോകുന്നത്. BC 5-ാം നൂറ്റാണ്ടിലെ ചൈനീസ് മിലിറ്ററി നിയമപുസ്തകമായിരുന്നു യുദ്ധത്തിന്റെ കല. അതെഴുതിയ ആൾ സുൻസു യുദ്ധത്തിന്റെ സർഗാത്മകതയെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: അന്ന് നമ്മളെല്ലാവരും കടലിലായിരുന്നു. ജീവിവംശങ്ങൾ, ലൈംഗികത, വർഗങ്ങൾ, ഈ പറയുന്നവ ഒന്നും തന്നെ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യങ്ങളായിരുന്നില്ലാത്ത വിധം എല്ലാവരും കടലിലായിരുന്ന ഒരു കാലത്തെപ്പറ്റിയാണ് ആദ്യം പറയുന്നത്. വിഭജിക്കാനാകാത്ത സാഹോദര്യവും ഉന്മേഷവും നനവുമുള്ള, ഒന്ന് മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാനാകാത്ത നാനാവിധമായ ഒരു സങ്കരം ആണത്. തലമുറകളില്ല, ഭാവിയും ഭൂതവുമില്ല. ഉള്ളത് അനന്തമായ ഒരു ഭൂഭാഗമാണ്. സൂക്ഷ്മമായ കണികകളിൽ മിടിക്കുന്ന പരിമാണങ്ങളാണ്. പരസ്പരം ഇടപെടുന്ന ചേർപ്പുകളാണ്, തൂവിപ്പോവലുകളാണ്, യോജിപ്പുകളാണ്. അവ നമ്മളിലൂടെ നെയ്തു പോകുന്നവയാണ്. നമുക്ക് നിർവചനങ്ങളുണ്ടായിരുന്നില്ല, അർത്ഥകൽപ്പനയും. ആശ്രയിക്കാൻ ഒന്നുമില്ലായിരുന്നു, ഒന്നും ഗ്രഹിക്കാനുമില്ലായിരുന്നു. ഒന്നിനെയും സംരക്ഷിക്കാനില്ല, ഒന്നും നമ്മെ സംരക്ഷിക്കാനുമില്ല. അന്തർഭാഗവും ബഹിർഭാഗവും എന്നൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചില്ല. നമുക്ക് ചിന്ത തന്നെയില്ല. എല്ലാം എടുക്കാവുന്ന വിധം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വർഷം എന്ന് വിളിച്ച ദശലക്ഷക്കണക്കിന് കാലങ്ങൾ ഇങ്ങനെയായിരുന്നു. അതൊന്നോർത്താൽ നമ്മൾ പറഞ്ഞേനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നുവെന്ന്. അങ്ങനെയിരിക്കെ നമുക്കിടയിൽ എന്തോ സംഭവിച്ചു. കാലാവസ്ഥ മാറി. നമുക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആകെ മരവിച്ചുപോയി. നമ്മൾ തൊട്ടതെല്ലാം വിഷമായി. നമ്മുടെ കടൽ മേഖലകൾ നിറയെ കൊടും വിഷവാതകങ്ങൾ പരന്നു. ചിലർ പറഞ്ഞു, നമ്മൾ ചെയ്തതൊക്കെ തിരിച്ചടിക്കുന്നു. നമ്മൾ പ്രകോപിപ്പിച്ചു വരുത്തിയ ഒരു അപകടം നമ്മുടെ പരിസ്ഥിതിയെ അലങ്കോലമാക്കി. അതോടെ ചതിയെപ്പറ്റിയും അട്ടിമറിയെപ്പറ്റിയും ഊഹങ്ങൾ പരന്നു, അന്യഗ്രഹ ജീവികളുടെ മന്ത്രണങ്ങളെപ്പറ്റിയും. ഈ വിച്ഛേദത്തെ കുറച്ചുപേരെ അതിജീവിച്ചുള്ളൂ. ഒരുവിധം കടന്നുകൂടുന്നവർ പോലും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചു. നമുക്ക് ഗ്രഹിക്കാനാകാത്ത വിധം സങ്കീർണമായ എന്തൊക്കെയോ ക്രമങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഘടകങ്ങൾ മാത്രമായി നമ്മൾ ആ ക്രമങ്ങളുടെ പരാദങ്ങളായിരുന്നോ? അതോ ക്രമങ്ങൾ നമ്മുടെയോ? രണ്ടു വിധത്തിലും നമ്മൾ നമ്മുടെ തന്നെ തടവുകളുടെ ഭാഗമായിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മൾ അപ്രത്യക്ഷരായി. 2500 വർഷം മുമ്പത്തെ യുദ്ധതന്ത്ര പുസ്തകത്തിലെ ഈ കാലവിവരണം എത്രമേൽ ഇന്നത്തെ ഒരനുഭവമാണെന്ന് നോക്കുക. കലയും ഒരു വിനിമയ തന്ത്രമാണ്. യുദ്ധത്തിലും ആ ഘടകമുണ്ട്. രണ്ടും കാലാകാലങ്ങളിൽ ഇക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ കുറിച്ച് അവബോധമുണർത്തിയിട്ടുണ്ട്. അർത്ഥകൽപ്പനകൾ ആവശ്യമായപ്പോൾ തന്നെ വിവേചനവും ചിന്തയും തുടങ്ങി. ഭാഷ തുടങ്ങി. അതൊരു യുദ്ധതന്ത്രവുമാണ്. അതുകൊണ്ട് ആണധികാര വ്യവസ്ഥയിൽ ഭാഷ ഒരു സുനിശ്ചിത ക്രമമാണ്, ഏകദാനമായ വിധത്തിൽ അനുസരിക്കേണ്ടത്. എന്നാൽ ഭാഷയിൽ എക്കാലത്തും പ്രയോഗസംബന്ധിയായ പലതരം അതിക്രമങ്ങൾ കാണാം. ഇന്നത് സർവ്വവ്യാപിയാണ്. യൂണിക്കോഡിൽ വരുന്ന തെറിച്ച ചില്ലക്ഷരം, ഒരാൾ വരുത്തുന്ന ഒരു ടൈപ്പിംഗ് തെറ്റ്, ഭാഷാ പണ്ഡിതരൊന്നുമല്ലാത്ത ആരൊക്കെയോ എളുപ്പത്തിനു വേണ്ടി കണ്ടെത്തുന്ന ചുരുക്കെഴുത്ത് പിന്നെ ശീലമാകുന്നത് തുടങ്ങി പലതും. വായിക്കുന്നവരുടെ കണ്ണ് തങ്ങൾ ശീലിച്ച സംശോധനശീലം വച്ച് തെറ്റിനെ ശരിപ്പെടുത്തി വായിക്കുന്നതും തെറ്റുകളെ ക്ഷമിച്ചു വായിക്കുന്നതും എല്ലാം ഇന്നത്തെ വിനിമയങ്ങളുടെ പൊതുവായ അനുഭവമാണ്. സുൻസി യുദ്ധപുസ്തകത്തിൽ വിവരിക്കുന്ന ഭാഷയ്ക്ക് മുൻപുള്ള ആ നിഷ്പക്ഷത എന്നത് വിവേചനരഹിതമായ ഒന്നാണ്.
പക്ഷേ ഭാഷയുണ്ടായതിനു ശേഷം വിവേചനങ്ങൾ ഉണ്ടാകുകയും നമ്മൾ നമ്മുടെ തന്നെ തടവുകളുടെ ഭാഗമാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഭാഷയുടെ നിയന്ത്രണങ്ങൾ കൊണ്ടല്ല, ഭാഷാക്രമങ്ങളിൽ സാധ്യമാകുന്ന നിയന്ത്രണാതീതത്വം കൊണ്ടേ ലിംഗവിവേചനരഹിതമായ ഒന്നിലേക്ക് എത്താനാകൂ. ഇവിടെ ആണധികാര വ്യവസ്ഥയോട് മാത്രമായിട്ടല്ല കലാപം. വാക്കുകൾ ലോകത്തിൻ്റെ കോഡുകളായി ഒരു ഭാഷയുടെ വാചകത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിന് പകരം വയ്ക്കുകയാണെന്ന അവകാശവാദമില്ലാത്ത അതിലളിതമായ കോഡുകളാണ് ഭാഷയിലെ അതിക്രമങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത്. എന്നാൽ അത് പല വിധത്തിൽ വിനിമയം ചെയ്യാനാകും. ഇന്നത്തെ പരീക്ഷണശാല ലിംഗപലമരുടേതാണ്, സെക്ഷുവൽ ഡൈവേഴ്സിറ്റിയുടെ. അതിൽ എന്താണ് കലയെന്നാൽ ഒരാൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് എന്താണ് ഒരു വിനിമയം വഴി അനുഭവത്തിലാകുന്ന ഹൈപ്പർ ലിങ്ക് എന്നാണ്. ഇവിടെയാണ് നോർവേക്കാരിയായ ഒരു കലാകാരി ഗെറ്റെ സാർത്ര് കുറച്ചു വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് ആർട്ടിൻ്റെ പ്രകടന കലയുടെ വീഡിയോ പ്രസക്തമാകുന്നത്. വുമൺ ക്ലീനിങ് എന്നാണ് പല സന്ദർഭങ്ങളിലായി അവർ ചെയ്ത ആ പ്രകടനത്തിൻ്റെ പേര്. വുമൺ ക്ലീനിങ് ഷെയിം ഓസ്ലോയിൽ 2014 ചെയ്തത്, വുമൺ ക്ലീനിങ് ഗ്രോത്ത് 2017, വുമൺ ക്ലീനിങ് നാഷണൽ ഐഡന്റിറ്റി ഹർദാംഗറിൽ 2014, വുമൺ ക്ലീനിങ് ലോ ആൻഡ് ഓർഡർ, വുമൺ ക്ലീനിങ് ടാങ്ക്സ് മിലിറ്ററി ബേസ് ഇൻ ഇസ്രായേൽ, വുമൺ ക്ലീനിങ് ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ എന്നിങ്ങനെയാണ് ആ വീഡിയോ സീരീസുകൾ പലതരത്തിൽ ആവർത്തിച്ചത്. തൂത്തുതുടയ്ക്കൽ ലളിതമായ ഒരു കോഡാണ്. നൂറ്റാണ്ടുകൾ നീണ്ട ഗൃഹാന്തർവൽക്കരണത്തിൻ്റെ, ഡൊമസ്റ്റിക്കേഷൻ്റെ നിത്യാവർത്തനം, ഓരോരോ ഇടങ്ങളിൽ ചെയ്യുന്ന തീരാത്ത ക്രമപ്പെടുത്തൽ, താൻ ആമഗ്നമാകുന്ന ഒരു പ്രവൃത്തിയുടെ ചെറുമാത്ര നീണ്ടു നിൽക്കുന്ന ഫലം, ഇതൊക്കെ അത് സൂചിപ്പിക്കുന്നു. വൃത്തിയാക്കൽ എന്നത് ഏതൊരു സന്ദർഭത്തിലും അതിൻ്റെ അപരമായിട്ടും മുന്നോടിയായിട്ടും സൂചിപ്പിക്കുന്നത് പൊടി അഥവാ ചളിയുടെ സാന്നിധ്യമാണ്. ഗെറ്റയുടെ പെർഫോമൻസ് വീഡിയോ സീരീസ് കാണിക്കുന്നത് നിരന്തരം ഒരേ ശ്രദ്ധയോടെ എന്തും വൃത്തിയാക്കുന്ന ഒരാളെയാണ്, സ്ത്രീയെയാണ്. തൻ്റെ ശ്രദ്ധയെ, കൈചലനത്തെ ഗെറ്റെ വീടിനു പുറത്തു പലയിടത്തേക്കും വ്യാപിപ്പിക്കുന്നു. നോർവേയുടെ ദേശീയ പതാക ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അർദ്ധചന്ദ്രാകൃതിയിൽ ചലിക്കുന്ന ഒരു കൈ അതിനെ ഒരു ചിഹ്നമാക്കി വികസിപ്പിക്കുകയാണ്. പതാകത്തുണി പിടിച്ച അവരുടെ കൈയും വൃത്തിയാക്കപ്പെടുന്ന പലവിധ രാഷ്ട്രീയ വസ്തുക്കളുമായി ഒരു പ്രത്യേക വിധത്തിൽ ബന്ധം കിട്ടും വിധം ഏകാഗ്രമായി ക്യാമറ കേന്ദ്രീകരിക്കുന്നു. ഗൃഹസ്ഥകൾ വീടു വൃത്തിയാക്കലുകളുടെ തമ്പുരാട്ടിമാരും ഉത്തരവാദികളുമായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. വിവേചിത ലിംഗജീവിതത്തിന്റെ ഒന്നാന്തരം ഒരു ഇരയാണ് ഈ ഗൃഹസ്ഥ എന്ന് സ്ത്രീവാദ ലോകത്തിന്റെ എഴുത്തും കലഹവും ഉടൽ വ്യവഹാരങ്ങളും ഇതിനോടകം എത്രയോ തവണ സൂചിപ്പിച്ചിരിക്കുന്നു. അതേസമയം തന്നെ നിരന്തരമായ വിധേയത്വത്തിന്റെ ശാരീരികവും അതിനാൽ ബൗദ്ധികവുമായ ബലഹീനതകളുടെ പല പാഠങ്ങൾ തുടരേണ്ടവളാണ് സ്ത്രീയെന്ന് ഫലിപ്പിക്കാനുള്ള മതഭരണകൂട ശക്തികളും വളരെ ഉത്സാഹത്തിൽ നിലവിലുണ്ട്. ഇതിനിടയിൽ വിവേചനരഹിതമായ ഒരു പൗരജീവിതത്തിന്റെ ഇടമാണ് വീട് എന്ന ആ മനോഹരവും സർഗാത്മകവുമായ ആദർശം ഉണ്ടായാൽ അത് തീർച്ചയായും ഒരു പ്രതിരോധത്തിന്റെ ഉപകരണമാണ്. കാരണം ലിംഗവിവേചനമില്ലാത്ത ഒരു പ്രവൃത്തിയായി ഒരാൾക്ക് സർഗാത്മകതയിലേക്ക് വെറുതെ അങ്ങ് കടന്നിരിക്കാനാവില്ല. അത് സഹജബോധത്തോടെ ആകേണ്ടതുണ്ട്. യുദ്ധപുസ്തകത്തിൽ സാൻസോ പറയും പോലെ എല്ലാം നമ്മിലൂടെ നെയ്തു പോകണം. അതാണ് ഏറ്റവും ഉന്നതമായ പ്രതിരോധം. ഗെറ്റെ വൃത്തിയാക്കുന്ന രാഷ്ട്രീയ പ്രതീക വസ്തുക്കൾ, ദേശീയത വഹിക്കുന്ന കെട്ടിടങ്ങളും യുദ്ധ ടാങ്കുകളും നീതിന്യായ കോടതിയുമൊക്കെയാണ്. പലപ്പോഴും വീഡിയോയിൽ ഈ പ്രതീക വസ്തുക്കളും ഗെറ്റയുമായി വലിയ അകലമുണ്ടെന്ന് കാണാം. ചിലപ്പോൾ ശരിക്കും അവർ ഈയിടങ്ങളെല്ലാം തുടയ്ക്കുന്നുവെന്നും തോന്നാം. സത്യത്തിൽ ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ആന്തരിക ക്രമമറിഞ്ഞ ഒരുവൾ ക്യാമറ അതിസൂക്ഷ്മമായി ഒരിടത്ത് വയ്ക്കുകയാണ്. ആ ക്യാമറ വയ്പ് കലാകാരി ഭാഷയുടെ ഉൾക്രമമറിയുന്നതിൻ്റെ സൂചനയാണ്. വൃത്തിയാക്കുന്ന സ്ത്രീയും ഭരണകൂട ഘടനയുമായി
അടുപ്പമാണോ അകലമാണോ എന്ന് ഉറപ്പിക്കാനാകാത്ത ഒരു ബന്ധമാണ് ക്യാമറ തരുന്നത്. അത് കാണിയെയും ബാധിക്കുന്നു. സംശയാലുവായി അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാം ക്യാമറ ഇടം മാറിയിരിക്കുന്നു. തുടയ്ക്കുന്ന കൈ ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ ചതുരത്തിൽ അല്ലെങ്കിൽ ഒരു സ്മാരക മകുടത്തിൽ ശരിക്കും തുണിയോടിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കാണാം. ഗെറ്റയുടെ ഒരു കലാപ്രവർത്തനത്തെപ്പറ്റി ഇവിടെ പറഞ്ഞത് അവരുടെ ഒരു കലാപദ്ധതിയുടെ പ്രത്യേകത എന്ന നിലയ്ക്ക് മാത്രമല്ല, പുരുഷകേന്ദ്രിതമായ മാനവികതാവാദത്തിന്റെ, ഹ്യൂമനിസത്തിന്റെ കാലങ്ങൾക്ക് മേൽ കയറിക്കിടക്കുന്ന ഇത്തരം നെറേറ്റീവുകൾ പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന സംവാദസ്ഥാനങ്ങളിൽ ഇന്ന് ധാരാളമായി ഉണ്ട്. മനുഷ്യാതീത ലോകത്തിലേക്കുള്ള കൗതുകം എന്നതിനേക്കാൾ, ഒരു ട്രാൻസ് ഹ്യൂമനിസ്റ്റ് ലോകത്തേക്കുള്ള ഇടപെടൽ എന്നതിനേക്കാൾ ഇവ സാങ്കേതികതയെ എടുക്കുന്നത് മനുഷ്യനിർമ്മിത ഭാഷയുടെ കടലിൽ ചാടാനുള്ള അവസരം എന്ന നിലയിലാണ്. ഗെറ്റയുടെ വികസനത്തെ വൃത്തിയാക്കുന്നവൾ എങ്ങനെയാണ് ഈ ലോകത്ത് കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും എന്ന പ്രതീക്ഷയുള്ളവളാണ്. ഏതെങ്കിലും വ്യവസ്ഥയുടെ ഇരയല്ല. ഫലത്തിൽ അവർ വീടോ നാടോ വൃത്തിയാക്കിയില്ല. അവർ പുരുഷാധിപത്യ മാതൃകയിൽ രാഷ്ട്രനിർമ്മാണത്തിലോ യുദ്ധത്തിലോ ആയുധവ്യാപാരത്തിലോ മതവ്യാപാരത്തിലോ തൻ്റെ ഊർജം ഉപയോഗിച്ച് പണിയെടുത്തില്ല. മറിച്ച് അതിൽ പണിയെടുക്കുന്നത് പോലെ തോന്നിക്കുന്ന ചില പ്രവൃത്തികൾ സ്വരൂപിക്കുന്നു. ആ പ്രവൃത്തി ഒരു വിർച്വൽ ആക്ട് ആകുന്നു. കലയുടെ ഭാഷ കൊണ്ട് ആവാസ വ്യവസ്ഥയുടെ ഉൾക്രമത്തിലേക്ക് ഒരു ഹൈപ്പർ ലിങ്ക് അങ്ങനെ ലഭിക്കുന്നു. പോസ്റ്റ് ഹ്യൂമനിസ്റ്റ് ലോകത്ത് പെണ്ണിൻ്റെ ആർജിത ജ്ഞാനം ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ അദൃശ്യമാണ്, പ്രതീതമാണ്. അവ ചലിപ്പിക്കുന്ന യന്ത്രങ്ങളാകട്ടെ ഇന്ന് അനവധിയാണ്. കമ്പ്യൂട്ടിങ്ങിൽ ഏത് വ്യവസ്ഥയെയും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ഘടകങ്ങളുടെ നിരന്തരമായ ആവർത്തനവും അമൂർത്തതയുമായി ചുരുക്കിയെടുക്കുക എന്നൊന്നുണ്ട്. അത് ഒരു അടയാള ഭാഷയാണ്. പൂജ്യത്തിൻ്റെയും ഒന്നിൻ്റെയും പെരുക്കമായ കമ്പ്യൂട്ടർ ഗണിതത്തിൻ്റെ ചരിത്രപരമായ വളർച്ചയിലും സ്വഭാവത്തിലും സ്ത്രീയുടെ ആർജിത ചരിത്രത്തിലെ ജീവിതവുമായി സമാനതകളുണ്ടായിരുന്നു. ഡിജിറ്റൽ ഭാഷ അദൃശ്യമായതും ഒളിഞ്ഞിരിക്കുന്നതുമായ ക്രമരഹസ്യങ്ങളുടെ ചിപ്പുകൾ കൊണ്ട് നടപ്പിൽ വരുന്നതാണ്. എന്നാൽ ഭൗതികമായി മെനഞ്ഞെടുക്കാവുന്ന പലതുകൾ ഒളിഞ്ഞിരിക്കുന്ന ആന്തരിക ക്രമമാണ് അത്. അത് ഒന്നിൽ നിന്നും ഒന്നിലേക്കെന്ന് നേർരേഖയിൽ ഒരു മുഖ്യധാരയായിരിക്കുന്നില്ല. 1830കളിൽ കമ്പ്യൂട്ടിംഗ് വികസിക്കുന്നത് സംസ്കാര വ്യവഹാരത്തിലെ ഭാഷയുമായി നേർബന്ധമില്ലാതെ ഒരു ശുദ്ധ ഗണിത രൂപം എന്ന നിലയ്ക്കാണ്. അതിൻ്റെ വികാസത്തിൽ ആർജിതമായൊരു സ്ത്രീജ്ഞാനം വലിയ പങ്കു തന്നെ വഹിച്ചിട്ടുണ്ട്. ആ കഥ പറയാം. 1833 ചാൾസ് ബാബേജ് എന്ന ഒരു എഞ്ചിനീയർ ഒരു ഡിഫറൻസ് എഞ്ചിൻ ഉണ്ടാക്കി. അത് ഒരു ചിന്തിക്കുന്ന മെഷീൻ പോലെ തോന്നിച്ചു. അതിന് സംഖ്യകളെ അവയുടെ 2ഉം 3ഉം വർഗ്ഗഗുണങ്ങളിലേക്ക് കയറ്റിക്കാണാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു ക്വാഡ്രാറ്റിക് സമവാക്യത്തിൻ്റെ റൂട്ട് കാണാൻ കഴിഞ്ഞിരുന്നു. ഏകീകരിക്കാവുന്ന ഇടവേളകളിലെ ഒരേ പ്രവൃത്തി കൊണ്ട് തന്നെ ഗുണനപ്പട്ടികയുടെ കമ്പ്യൂട്ടേഷൻ സാധ്യമാകുന്ന ഒരു പൊതു തത്വം ഈ എഞ്ചിനിലുണ്ടെന്ന് ബാബേജിന് അറിയാമായിരുന്നു. പക്ഷെ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒരു ഇടവേളയ്ക്കുള്ളിൽ തന്നെ അതിനെ ലാളിത്യത്തിലും ക്ഷമതയിലുമെല്ലാം കവച്ചുവെക്കുന്ന മറ്റൊരു യന്ത്രവും തത്വവും ബാബേജിനുള്ളിൽ ഉദിച്ചു. എന്നാൽ ആദ്യത്തെ എഞ്ചിന് ധനസഹായം നൽകിയവർ അതിന് പാതി വഴിയിൽ കളഞ്ഞു മറ്റൊന്നിന് പിന്നാലെ പോകാൻ ബാബേജിന് പിന്തുണ കൊടുത്തില്ല. 1842 ബിബ്ലിയോതെക് യൂണിവേഴ്സലെ ഡി ജനീവയിൽ ഒരു ഇറ്റാലിയൻ മിലിറ്ററി എഞ്ചിനീയർ സ്കെച്ച് ഓഫ് ആൻ അനലിറ്റിക്കൽ എഞ്ചിൻ ഇൻവെന്റഡ് ബൈ ചാൾസ് ബാബേജ് എന്ന തൻ്റെ ഒരു സബ്മിഷൻ നടത്തി. തൊട്ടുപിന്നാലെ ബാബേജിന് പ്രഭ്വി അഡ കൗണ്ടസ് ഓഫ് ലവ്ലേസ്, അഡ ലവ്ലേസ് അവരുടെ കത്ത് കിട്ടി. താൻ ഈ സ്കെച്ച് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നു എന്നറിയിച്ച്.
അതിൽ ആഴത്തിൽ തൽപരനായ ബാബേജ് തന്റെ ഗവേഷണത്തിൽ സ്വതന്ത്രമായ പങ്കാളിത്തത്തിനായി അഡായെ ക്ഷണിച്ചു. പലപ്പോഴും ബാബേജിന്റെ രീതികളെ യുക്തിയുക്തം വെല്ലുവിളിച്ചുകൊണ്ട്, ബാബേജിന്റെ കേന്ദ്രപ്രമേയത്തെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് അഡ ഈ പദ്ധതിയുടെ ചിത്രീകരണങ്ങളും ഫുട്നോട്ടുകളും തയ്യാറാക്കി. എന്തുകൊണ്ട് ഇത്രയും ഗണിത യുക്തി വിശാരദയായ അഡ സ്വന്തം നിലയിൽ മൗലികമായൊരു പേപ്പർ എഴുതുന്നില്ല എന്ന ചോദ്യത്തിന് അതിന്റെ കാര്യമെന്ത് എന്നാണ് അഡ പറഞ്ഞത്. മാത്രമല്ല, പൊതുവെ അസാധാരണമായ ശേഷികൾ എന്നറിയപ്പെട്ട തന്റെ അൾജിബ്രായിക് ഫാന്റസികളെ വ്യക്തിനിഷ്ഠമാക്കി അവകാശവാദം ഉന്നയിക്കുന്നതെന്തിന് എന്നും അഡ ചിന്തിച്ചു. ഈ പ്രക്രിയയിൽ മുഴുവനോടെ വ്യാപരിക്കുന്നതിന്റെ ആനന്ദമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അനലിറ്റിക്കൽ എഞ്ചിന്റെ പ്രസിദ്ധീകരണത്തിനായി അഡ നൽകിയ ഇലസ്ട്രേഷനുകളും നോട്ടുകളും ബാബേജിന്റെ കേന്ദ്രപ്രമേയത്തെ കവച്ചുവെക്കുന്ന കൃത്യതയും വിശദീകരണക്ഷമതയും ഉള്ളതായിരുന്നു. അത്യഗാധമായ വിഷയജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാവുന്നതായിരുന്നു ആ പണികൾ. എന്നാൽ തന്റെ മുഴുവൻ പേരുപോലും ഈ നോട്ടുകളുടെ കർത്തൃത്വം സൂചിപ്പിക്കുന്നതിനായി അവർ വെച്ചില്ല. ക്യാപിറ്റലിൽ AAL എന്നു മാത്രം കാണാം. കർത്തൃത്വത്തെ അങ്ങനെ ചുരുക്കി എഴുതാൻ പ്രേരിപ്പിക്കും വിധം അറിവുൽപാദനത്തിന്റെ അതിരുകളിലാണ് യഥാർത്ഥത്തിൽ അഡ പ്രവർത്തിച്ചത്. അവൾ ആണധികാരത്തിലെ കർത്തൃത്വ പ്രതിസന്ധികളല്ല നേരിട്ടത്. അവളത് ശ്രദ്ധിക്കുന്നതേയില്ല. മറിച്ച് ഗണിതയുക്തികൾ ആവേശിച്ച ഒരു ഭാവികാല ഭാഷയുടെ തിരയിളക്കത്തിൽ അഡ ആനന്ദത്തോടെ കൂസലില്ലാതെ നീന്തുകയായിരുന്നു. ബാബേജാകട്ടെ പലപ്പോഴും തനിക്കുള്ള ധനസഹായം തരാത്ത ഈ വ്യവസ്ഥയിൽ ഇടയ്ക്കിടെ സങ്കടപ്പെടുകയും, പലപ്പോഴും ഈ ലോകത്ത് വികസനം എന്താണ് എന്ന് ചർച്ച ചെയ്യാനും അത് വാക്ക് ഭാഷാ രൂപത്തിൽ വിനിമയം ചെയ്യാനും സഹജമായി ശീലിച്ചതിൻ്റെ ഒരു ചരിത്രം സ്ത്രീക്ക് ഇല്ലായിരിക്കാം. ചരിത്രപരമായി ആവർത്തിച്ചതിനാൽ ശീലമായത് എന്നർത്ഥത്തിലാണ് സഹജം എന്ന് പറഞ്ഞത്. അറിവുൽപാദനത്തിന്റെ അതിരുകളിൽ സംഭവിക്കുന്നതെന്തെന്ന് പക്ഷേ അവൾക്കറിയാം. അതിരുകളിൽ നിറയെ ഹൈപ്പർ ടെക്സ്റ്റുകളാണ്. ഭരണകൂട സഹായത്തോടെ ഡിജിറ്റൽ വിഭവശേഷിയിൽ കോർപ്പറേറ്റ് ഉടമസ്ഥാവകാശങ്ങൾ നിക്ഷേപിച്ച് ഡിജിറ്റൽ അറിവുൽപാദനത്തെ ഇന്ന് പലരും കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഭാഷ അടിസ്ഥാനപരമായി കേന്ദ്രസ്ഥായികൾ ഇല്ലാത്തവയാണ്, പ്രാധാന്യത്തിന്റെ അധികാരക്രമങ്ങൾ ഇല്ലാത്തവ. വിവേചനം കുറഞ്ഞൊരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് ഏറെക്കുറെ തോന്നുന്ന ഒരു ദശകത്തിലാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ നമുക്കിടയിൽ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നത്. അപ്പോഴേക്കും സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ ഭരണകൂട തലം മുതൽ താഴെത്തട്ടിൽ വരെ ഏകദേശം വ്യാപകമായിരിക്കുന്നു. ഡിജിറ്റൽ ലോകം ശക്തിപ്പെടും മുമ്പേ തന്നെ നമുക്കിടയിൽ സ്ത്രീവാദമൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. വ്യതിരിക്തമായ ഭാഷകൾ നിർമ്മിക്കുന്ന സ്ത്രീയാകട്ടെ പ്രാചീന സംസ്കാരങ്ങളുടെ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു. എന്നൊക്കെ ഇരിക്കലും ഡിജിറ്റൽ ലോകത്ത് സ്ത്രീകൾക്ക് പറയത്തക്ക വൈക്ലഭ്യങ്ങൾ കൂടാതെ സ്വച്ഛന്തമായി ഇന്ന് വിഹരിക്കാൻ കഴിയുന്നത് വിവേചനരഹിതമായൊരു ലോകം ഉള്ളതുകൊണ്ടല്ല. കാരണം ഈ സാങ്കേതിക ലോകം അപ്പാടെ ഒരു കെണിയാണ് എന്ന് ഏതുനേരവും അവളെ ഓർമ്മിപ്പിക്കുന്ന പുരുഷാധിപത്യം അതിന്റെ വഴികൾ അതിശക്തമായി തുടരുന്നുണ്ട്. എന്നിട്ടും ഇന്ന് ഡിജിറ്റൽ ഭാഷാ ലോകത്ത് സ്ത്രീകളുടെ വർദ്ധിതമായ ഇടപാടുണ്ട്. അത് മനുഷ്യനു മേലുള്ള സാമ്പ്രദായിക ക്രമങ്ങളുടെ നിയന്ത്രണം അസാധ്യമാക്കുന്ന ഒരു അസ്ഥിര ലോകം ഡിജിറ്റൽ ഭാഷയുടെ അടിസ്ഥാനപരമായ ക്രമാതീതത്വം ഉള്ളതുകൊണ്ടാണ്. ഓരോ അടവുകളിലും സർഗാത്മകരായ സ്ത്രീകൾ ഇങ്ങനെയൊരു അസ്ഥിര ലോകത്തെ ഉള്ളാലെ ആഗ്രഹിച്ചിരുന്നുവെന്ന് കരുതാൻ ഒട്ടേറെ കാരണമുണ്ട്. വ്യാവസായിക യുഗത്തിൽ ജീവിച്ച ചാൾസ് ബാബേജ് ആദ്യകാല ഫാക്ടറികളെ ചിന്തിക്കുന്ന മെഷീനായിട്ടാണ് കണ്ടത്. കാരണം അവയും തന്റെ ആ മെഷീനെ പോലെ വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുകയും പിന്നെ വരുമാനക്കണക്ക് കൂട്ടാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നല്ലോ. ഡിഫറൻസ് എഞ്ചിൻ അതിവേഗം കൂട്ടൽ ക്രിയ നടത്തി. പക്ഷേ അനലിറ്റിക്കൽ എഞ്ചിൻ പല ക്രിയകളുടെ തന്നെ ആന്തരിക നിയമങ്ങൾ ഉൾച്ചേർത്തു. ജക്കോഡ് ലൂം നെയ്ത്തിന്റെ നിയന്ത്രണം
മനുഷ്യക്കൈകളിൽ നിന്നും എടുത്തു മാറ്റുകയും അത് ഒരു യന്ത്രത്തെ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ നെയ്ത്തുതൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഭാഗം യന്ത്രത്തിന് കൊടുത്ത പോലെയാണ് അനുഭവപ്പെട്ടത്. 1812 വലിയ തൊഴിലാളി സമരങ്ങൾ നടന്നപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സിൽ നടത്തിയ പ്രസംഗത്തിൽ കവി കൂടിയായിരുന്ന ബൈറൺ പ്രഭു യന്ത്രം ഉപയോഗിക്കുമ്പോൾ ഗുണനിലവാരം കുറയുമെന്നും അത് വെറുമൊരു ചിലന്തിപ്പണിയാണെന്നും അഭിപ്രായപ്പെട്ടു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ യന്ത്രത്തറി കൊണ്ടുള്ള ഈ ചിലന്തിപ്പണി കൊണ്ട് മികച്ച ഉൽപാദനം നടത്താവുന്നതാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ വിശകലന യന്ത്രത്തിന്റെ ശുദ്ധഗണിതത്തിൽ അന്ന് പണിയെടുക്കുകയായിരുന്ന അഡ ലോർഡ് ബൈറന്റെ മകളാണ്. തന്റെ അച്ഛനേക്കാൾ കാലത്തിന് മുന്നിൽ അഡ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കവിയാണെന്ന പോലെയല്ല താനൊരു അനലിസ്റ്റ് ആകുന്നതെന്ന് അഡ അഭിപ്രായപ്പെട്ടു. പക്ഷേ നമ്മുടെ സാംസ്കാരിക പൗരത്വത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് അത്യാവശ്യം പ്രാധാന്യം കിട്ടും വിധം ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതല്ലെന്ന് സാദി പ്ലാൻഡ് വിസ്തരിക്കുന്നുണ്ട്. സ്ത്രീകളും ഡിജിറ്റൽ സാങ്കേതിക സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പൂജ്യങ്ങളും ഒന്നുകളും സീറോസ് ആൻഡ് വൺസ് എന്ന പുസ്തകത്തിലാണത്. യന്ത്രാധിഷ്ഠിത വിദ്യകൾ ഡിജിറ്റൽ കാലത്തും മൂലധന പുരുഷാധിപത്യ സ്റ്റാറ്റസ് കോ കഴിവതും അങ്ങനെ തന്നെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും അത് പിന്തിരിപ്പനാകും. അതിനെ നിഷ്ഫലമാക്കുന്ന മറ്റൊരു അതീത ഭാഷയായി ഡിജിറ്റൽ യുക്തികൾ നിൽക്കുന്നു. ഉദാഹരണത്തിന് ഒരുപക്ഷെ യന്ത്രാധിഷ്ഠിത ലോകത്തിലേക്കുള്ള മാറ്റം അനിവാര്യമാണെന്ന് ബൈറൺ പ്രഭുവിന് തിരിച്ചറിയാനാകാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ മതി. മനുഷ്യനെ ഉദാത്തവൽക്കരിക്കുന്നതും മനുഷ്യവംശത്തിൽ അധികാരിയായിരിക്കുന്ന തന്റെ മഹിമ കുറയാതെ നോക്കുന്നതും സ്ത്രീകളെ വീട്ടിലിരുത്താവുന്നതും ഉൽപാദന ലാഭാദികൾ കൂട്ടാൻ മറ്റൊരു വശത്ത് സഹായിച്ചതുമായ പുരുഷ വ്യവഹാരങ്ങൾക്ക് പരിചയമില്ലാത്ത വിചിത്ര മാർഗങ്ങളിലാണ് ക്രമാതീത ക്രമങ്ങളുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വികസിച്ചത്. ചലിക്കുന്ന എന്തിനേയും ഏറ്റവും കേവലവും ലളിതവുമായ ഒരു വസ്തുനിഷ്ഠതയിലേക്ക് ചുരുക്കുകയും നിയന്ത്രിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുമെങ്കിലും നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഫുട്നോട്ടുകൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന ക്രമാതീതമായ ഒരു പ്രമേയവുമാണ് ഡിജിറ്റൽ സാങ്കേതികതയുടേത്. ആണധികാരത്തിന്റെ പിന്നാമ്പുറത്തും ചുറ്റുപുറത്തും നിന്ന ഒരു വംശം എന്ന നിലയിൽ സ്ത്രീകൾ ആർജിച്ച ജീവിതാനുഭവങ്ങൾ നിസ്സാരമായിരുന്നില്ല. ഇന്ന് നമ്മുടെ ഭാഷാബോധത്തെ തന്നെ കുഴച്ചുമറിച്ചിട്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ഗണിതയുക്തിയിൽ തുടക്കം മുതലേ സ്ത്രീയുടെയും ജീവിതയുക്തി ഉണ്ടായിരുന്നു എന്ന് കാണണം. അതായത് നെയ്ത്തറിയാവുന്നവളുടെ, തുണികളുടെ അരികുകളിൽ ചിത്രം തുന്നി നിറയ്ക്കുന്നവളുടെ, ക്രമപ്രവൃദ്ധമായി ചെയ്യുന്ന പലതരം കരവേലകളിലെ യാന്ത്രികത അറിയുന്നവളുടെ, അനലിറ്റിക്കൽ എഞ്ചിൻ നിർമ്മാണത്തിന് ഫുട്നോട്ടുകൾ തയ്യാറാക്കിയവളുടെ ഒക്കെ തന്നെ ഏതാണ്ട് ഹിസ്റ്റീരിയ നിറഞ്ഞ ലോകങ്ങൾ. അവ ഒരു കേന്ദ്രഭാവമില്ലാതെ വശങ്ങളിലേക്കും അസമാനതകളിലേക്കും ലിങ്ക് തേടി പായുന്ന ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ അതേ യുക്തിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച ലോകങ്ങളാണ്. ഭാഷയുടെ കടലിൽ ചാടിയവരാണിവർ.